നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. നെയ്മർ ജൂനിയർക്ക് വിലക്ക്. അടുത്ത മത്സരം അദ്ദേഹത്തിന് കളിക്കാൻ പറ്റില്ല. സസ്പെൻഷൻ കൺഫേംഡ് ആണ്. കഴിഞ്ഞ മത്സരത്തിൽ ഇപ്പോൾ വാസ്കോഡി ഗാമയ്ക്കെതിരെ അദ്ദേഹത്തിന് യെല്ലോ കാർഡ് കിട്ടി. ഇതോടുകൂടി ബ്രസീലിയറോ സീരിയയിലെ മൂന്നാമത്തെ യെല്ലോ കാർഡാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് അടുത്ത മത്സരം ബാഹിയക്കെതിരെ കളിക്കാൻ പറ്റില്ല. ബാഹിയക്കെതിരെ ഓഗസ്റ്റ് 25-നാണ്. ഓഗസ്റ്റ് 24-നാണ് കളി. ഇന്ത്യൻ സമയം പറയുമ്പോൾ ഓഗസ്റ്റ് 25-ന് പുലർച്ചെ 12:30-നാണ് കളി. തീർച്ചയായിട്ടും നെയ്മർ ജൂനിയറെ സംബന്ധിച്ചിടത്തോളം നിരാശയുണ്ടാക്കുന്ന കാര്യമാണ് 6-0 ഒരു വലിയ തോൽവി. അതിൽ അദ്ദേഹത്തിൻ്റെ സങ്കടവും അദ്ദേഹത്തിൻ്റെ ദുഃഖവും ഒക്കെ നമ്മൾ വളരെ വ്യസനത്തോടു കൂടി തന്നെയാണ് നമ്മളൊക്കെ കണ്ടു നിന്നത്. ആ കരച്ചിലും അദ്ദേഹം അതിനുശേഷം പറഞ്ഞ വാക്കുകളും ഒക്കെ വലിയ സങ്കടമുണ്ടാക്കുന്നതാണ്. അല്ല, അടുത്ത കളിക്ക് നെയ്മർ ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ അത് സാൻഡോസിന് വീണ്ടും തിരിച്ചടിയാണ്. ഇപ്പോൾ 19 കളികളിൽ നിന്ന് 21 പോയിന്റുമായിട്ട് 15-ാം സ്ഥാനത്താണ് സാൻഡോസ്. സോ അടുത്ത കളിക്ക് ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കളിക്കാരന് കൂടി ഇല്ലാതെ അവരിറങ്ങിയ എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ്. അപ്പോൾ ഈ കളി കഴിഞ്ഞതിന് ശേഷം സംഭവിച്ച് നമുക്കറിയാമല്ലോ. കോച്ചിനെ പുറത്താക്കിയിരിക്കുകയാണ്. സാൻഡോസ് അവരുടെ കോച്ചിനെ പുറത്താക്കിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ എത്രത്തോളം ഇൻസ്റ്റേബിൾ ആയിട്ടാണ് അവിടെ കാര്യങ്ങൾ നടക്കുന്നതെന്ന കാര്യം കൂടി നമ്മൾ നോക്കണം. അതായത് നെയ്മർ ജൂനിയർ ഫെബ്രുവരിയുടെ തുടക്കത്തിലാണ് സാൻഡോസിലേക്ക് എത്തുന്നത്. ജനുവരി അവസാനത്തോടു കൂടി അദ്ദേഹം അൽ ഹിലാൽ വിടുന്നു. എന്നിട്ട് അദ്ദേഹം ഈ ഒരു ക്ലബിലേക്ക്, അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാല ക്ലബിലേക്ക് വളരെ ആവേശത്തോടു കൂടി എത്തുകയായിരുന്നു. ആ താരത്തിന് ഈ 8 മാസക്കാലം ഇപ്പോൾ അവിടെ കളിക്കുമ്പോഴേക്കും 3 കോച്ചുമാരുടെ കീഴിൽ കളിക്കേണ്ടി വരുന്നു. ഇനിയിപ്പോൾ പുതിയ കോച്ച് വരുന്നു എന്നുള്ള സ്ഥിതി കൂടി നമ്മൾ നോക്കണം. അതായത് വന്നപ്പോൾ ഒരു കോച്ചായിരുന്നു, പിന്നെ അയാളെ സാക്ക് ചെയ്തു, ഒരു ഇൻട്രീം കോച്ചിൻ്റെ കീഴിൽ കളിച്ചു, ഇപ്പോൾ ക്ലബർ സേവിയറുടെ കീഴിൽ കളിച്ചു, ഇനി വീണ്ടും പുതിയ കോച്ച് വരുന്നു എന്ന് പറയുമ്പോൾ എത്രത്തോളം അവിടെ കാര്യങ്ങൾ ഇൻസ്റ്റേബിളാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇനി ഒരു ടെക്നിക്കൽ സ്റ്റെബിലിറ്റിയും ഇല്ലാത്ത ഒരു ക്ലബിൻ്റെ മാനേജ്മെൻറ്റിനാണെങ്കിൽ ഹൈ ലെവൽ പ്ലേയേഴ്സിനെ കൊണ്ടുവരാൻ കഴിയുന്നുമില്ല. ക്ലബിൻ്റെ ഫെസിലിറ്റീസ് വളരെ പുവറാണ്. ട്രെയിനിങ് പിച്ച് വളരെ മോശമാണ്. അതിനേക്കാൾ വേഴ്സായിട്ടുള്ള മാച്ച് പിച്ചും. ഇങ്ങനെയൊക്കെയുള്ളൊരു സ്ഥലത്താണ് നെയ്മർ ജൂനിയർ നിൽക്കുന്നത്. അതും ആ ക്ലബിനോടുള്ള തൻ്റെ ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം കൊണ്ട്. പക്ഷെ അപ്പോഴും ഈ പരാജയം, ഈ കരച്ചിലൊക്കെ ഒരു വലിയ വേദനയാണ്. അതോടൊപ്പം തന്നെ അടുത്ത കളിക്ക് നെയ്മർക്ക് കളിക്കാൻ പറ്റില്ല, അദ്ദേഹത്തിന് വിലക്ക് വരുന്നു എന്നുള്ളതും വലിയ നിരാശയുണ്ടാക്കും. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.